ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നു നിൽക്കുന്ന ആരോപണം നമുക്കറിയാമല്ലോ. ഗോൾവാർക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ പോയി വിളക്ക് തെളിയിച്ച ആളാണെന്ന ആക്ഷേപം മറുവശത്ത് നിന്ന് ഉയർന്നു വരുന്ന ഏതായാലും മുമ്പ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ചില പ്രയോഗങ്ങൾക്ക്, ഈ മഹാരാജാവ് പ്രയോഗത്തിനൊക്കെ മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇന്നലെ അവസാനം സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇന്നലെ രാത്രി സംഭവിച്ചത് അതാണ്. അതൊന്ന് കണ്ടുകൊണ്ടുവരാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ചുട്ട മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർക്കലയിൽ നൽകിയത്. അടിക്കണം അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വീണ്ടും ആഹ്വാനം ചെയ്യാണ്, തിരിച്ചടിക്കും. കൂടെ പറയാണ്, ഒരു സംശയവും വേണ്ട, എണ്ണി എണ്ണി അടിക്കും. എങ്ങനെയുണ്ട്? കേരളത്തിൻ്റെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറയാണ്, ആരെയടിക്കുന്ന? നാടിൻ്റെ സമാധാനം തകർക്കാനുള്ള നീക്കം നല്ലതല്ല എന്ന് മനസ്സിലാക്കണം. മുഖ്യമന്ത്രി ഭീരു എന്ന സതീശന്റെ അധിക്ഷേപ പരാമർശത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: യൂത്ത് കോൺഗ്രസിനെ ഭയന്നിട്ടാണോ? ഞാനതിനൊന്നും ഇപ്പോൾ ഒരു മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷേ സതീശൻ്റെ പ്രസിഡൻറ്റിനോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകൾ വഴിനീളെ ആക്രമണം അഴിച്ചു വിട്ടിരുന്ന കാലം. പോലീസ് കൂടെ പോകും, ഗുണ്ടകളുടെ കൂടെ പോകും. ആ ഗുണ്ടകൾ ഒരു വീട് ആക്രമിക്കാൻ പോകുന്നു. അപ്പോൾ പോലീസ് കൂടെ ഉണ്ടാവും. ഈ ഗുണ്ടകളെ തിരിച്ചൊന്നും ചെയ്യാതിരിക്കാനാണ് പോലീസ് കൂടെ പോകുന്നത്. ആ കാലത്തും ഞാനതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ, അത് മനസ്സിലായിക്കും. യൂത്ത് കോൺഗ്രസ്സിനെ ആ പ്രതാപകാലത്ത് തന്നെ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് എന്താ പ്രതാപമുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. മനുഷ്യനെ സ്നേഹിച്ചാൽ ഒരു കൂട്ടായ്മയുണ്ടാകും. ഇവിടെ സതീശൻ കാണേണ്ടത്, നമ്മളെല്ലാം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി കൂടുന്നൊരു കൂട്ടായ്മയുണ്ട്. അതിലൂടെ ഉയരുന്നൊരു സാമ്രാജ്യവുമുണ്ട്. ആ സാമ്രാജ്യം സതീശനറിയില്ല. സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗവർണറുടെ നീക്കം ഏശാതെ വന്നതോടെയാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവർണർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഏശിയില്ല. അദ്ദേഹത്തിന് തന്നെ കേരളത്തിൻ്റെ ഭദ്രമായ ക്രമസമാധാന നില, ആ കോഴിക്കോട് മിഠായി തെരുവിൽ സന്ദർശനം നടത്തി അലുവയൊക്കെ വാങ്ങി കഴിച്ചതോടുകൂടി കേരളത്തെയും രാജ്യത്തെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ അത് ഏശാതിരുന്നപ്പോൾ ഇവരെ രംഗത്തിറങ്ങാൻ നോക്കുകയാണ്. അതും ഇവിടെ ചിലവാകില്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വർക്കലയിലും പതിനായിരങ്ങളാണ് നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.